കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദയ ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിച്ച അക്ഷര സാന്ത്വനം പബ്ലിക് ലൈബ്രറി ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിന്റെ 5ാം നിലയിലാണ് ലൈബ്രറി പ്രവർത്തിക്കുക. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദയ ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിച്ച അക്ഷര സാന്ത്വനം പബ്ലിക് ലൈബ്രറി ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ ജീവിക്കുന്നവർക്ക് ജുഡീഷ്യറിയെ കുറിച്ച് പല സ്വപ്നങ്ങളുണ്ട്, ജഡ്ജിമാരെ കുറിച്ചും ഒരുപക്ഷെ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ നേരിൽ കാണുക അപൂർവമാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയിലെ സാധാരണക്കാരുടെ പതിതരായ മനുഷ്യരുടെ സ്വപ്നം സ്വന്തം ഹൃദയം കൊണ്ട് അടയാളപ്പെടുത്തിയ മഹാനായ ചന്ദ്രു ഇവിടെ എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് സുപ്രധാനമാണ്. തമിഴ്നാട്ടിൽ ജയലളിതയുടെ സർക്കാർ അവിടെ ലൈബ്രറി അടച്ചു കൂട്ടിയിട്ട് അത് കുട്ടികളുടെ ആശുപത്രിയാക്കി മാറ്റാൻ വേണ്ടി ഉത്തരവിറക്കുകയുണ്ടായി. അന്ന് ആശുപത്രി ആവശ്യമില്ലാത്തതാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്, പക്ഷേ ലൈബ്രറി അടച്ചുപൂട്ടാനുള്ള തീരുമാനം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ 5ാം നിലയിലാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ ചന്ദ്രു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് കമ്മിറ്റി അംഗം വി ചന്ദ്രശേഖരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ചുമർ ചിത്രകാരന്മാരായ ബിജു പാണപ്പുഴ, റിഗേഷ് പുളിയൂൽ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ദയ ചെയർമാൻ കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സീബ ബാലൻ സ്വാഗതവും വൈസ് ചെയർമാൻ എം വി രാജീവൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.